പൊന്നെടുക്കഞ്ഞി ഒന്ന് വേഗം പോയ ടൈം ആവാറായി. എന്താടാ നീ ഒന്ന് ഇറങ്ങിക്കേ. എന്താ ഇനിയും തള്ളാനാ? ഇപ്പൊ തന്നെ 2-3 പ്രാവശ്യമായി അവനൊരു ജാമ്പവാന്റെ കാലത്ത് വണ്ടി കൊണ്ട് വന്നേക്കാം. പിന്നെ ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യം എന്ന് പറ. നീ ഓരോന്ന് കാണിക്കും, എന്നിട്ട് പണി കിട്ടുന്ന എനിക്കും കൂടിയല്ലേ. നിന്റെ അപ്പ എനിക്കിട്ട് കൂടെയാ വെച്ചേ. അങ്ങനെയൊക്കെ കൈ കിട്ടുകയാണല്ലോ. എന്തുവാടാ നീയും കൂടി എന്നെ പറയാനുള്ളൂ. അല്ലെങ്കിലേ എനിക്ക് ഇന്നലെ അപ്പൻ വീട്ടിലൊരു സമാധാനം തന്നിട്ടില്ല. ഞാൻ പറയും എങ്ങനെ നടന്ന ഞാനപ്പ കണ്ടില്ല. നമുക്കെല്ലാം ഓക്കെ ആക്കാൻ നീ വണ്ടി എടുക്കാം. എന്താണോ നിന്നോട് ഞാൻ എപ്പ വരാനാ പറഞ്ഞ? എന്നിട്ട് ഇപ്പൊ ടൈം എത്രേ? ബാക്കിയുള്ളവരെ നെഞ്ചത്തേക്ക് കയറാൻ മാത്രം ടൈമിങ് നോക്കിയാ പോരാ. അതിന് ഞാൻ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്ന കേട്ടാ മതി. ഈ ബാഗും ഫയലും കൊണ്ടുപോയി എന്റെ ടേബിളിലേക്ക് വെക്ക്. ഇയാളെ കൊണ്ട് എന്നാ പിന്നെ നിന്റെ ഡ്യൂട്ടി നടക്കട്ടെ അല്ലയാ. ഇങ്ങോട്ട് വന്നീ നീ, എന്നിട്ടൊന്ന് നിന്നേ നീ. എന്നാ പകുതി എടുത്തു. എന്തായാലും ഞാൻ പണി കൊടുക്കുന്നത് നീ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ മോനാൻ ഒറ്റയ്ക്ക് സൂക്ഷിക്കണ്ട. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, നിന്നോട് പറഞ്ഞ പണി നീ മാത്രം ചെയ്താൽ മതി. വേറെ ആരെയും ഏൽപ്പിക്കാൻ നിൽക്കണ്ട. എടുക്ക നീ തൽക്കാലം ക്ലാസ്സിലേക്ക് പോ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അയ്യോ സാറിനല്ല ആദ്യം എന്ന് നടന്നോ. ശരി, ഇനി ചെന്ന് സാറിന് നല്ലൊരു ബ്ലാക്ക് കോഫി ഇട്ടുണ്ടോ. പിന്നെ ഷുഗർ അധികം ഇടണ്ട. അല്ല ഏത് സാറിന്? എനിക്ക് അല്ലാണ്ട് ആർക്ക്? തനിക്കായിരുന്നു. എന്ത്? അല്ല സാറിനായിരുന്നോ ചോദിച്ചാ. സ്ട്രോങ് അല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഇതിപ്പോ എങ്ങനെയാ? കോഫി പൗഡർ ഇതായിരിക്കൂലേ? സ്ട്രോങ് ആണെന്നല്ലേ പറഞ്ഞേ. അപ്പൊ പിന്നെ ഒരു 5-6 ടീസ്പൂൺ ഇട്ടാ ശരിയാവായിരിക്കും. ജോഹാനെ, ഈ കോഫിയിലൂടെ നീ പിടിച്ചു കയറണം. നല്ല സ്മെല്ലുണ്ട്. ഇത് കുടിച്ച് അങ്ങേരുന്ന് വീഴും. എന്നാ സാറേ നല്ല സ്ട്രോങ് കോഫി. സാറിനാണോ? അയ്യോ ചതിക്കല്ലേടാ, ക്ലാസ് ഉള്ളതാ. എന്തോ ബ്രാൻഡ് ടീഷർട്ട്. അവന്റെ അയ്യോ അമ്മയ്ക്ക് വിഷാണ് ഉണ്ടാക്കി വെച്ചേക്കുന്ന. അയ്യോ കൊല്ലാൻ നോക്കുന്നോടെ പട്ടി. കുറച്ച് വെള്ളം താടാ. പട്ടി എന്താടാ എന്താ പറ്റി? എന്നാ കുടിക്ക്. നീ എന്തോ അവന് കലക്കി കൊടുത്ത? ഞാനിന് കോഫി പൗഡർ മാത്രമേ ഇട്ടുള്ളൂ. ഏത് അറ്റത്തെ ഡബയിലിരുന്നല്ലേ? അതിട്ട് ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. അയ്യോ അതല്ല, അതിന്റെ അടുത്തൊരു കോഫിയുടെ ബോക്സിൽ ഉണ്ടായിരുന്നില്ലേ, ഞാൻ അതാ ഇട്ട. എന്താ ടേസ്റ്റ് കൂടിപ്പോയോ? അയ്യോ അവന്റെ ഒരു എന്റെ ദൈവമേ. എടാ പൊട്ട, കോഫി പൗഡർ ഏതാ മസാല ഏതാ നിനക്ക് അറിഞ്ഞൂടെ? അതാ ഡബക്കകത്തിരുന്നെന്ന് വെച്ചോണ്ട് കോഫി പൗഡർ എങ്ങനെയാണോ? അപ്പൊ അതല്ലല്ലേ? സോറി. അവന്റെ ഒരു സോറി. ഇറങ്ങി പോടാ. സമാധാനായി. അറിഞ്ഞോണ്ടല്ലെങ്കിലും അങ്ങേർക്ക് നീ അറിഞ്ഞോണ്ട് പണിതല്ലേ കർത്താവേ. നന്ദിയുണ്ട്. ഇപ്പൊ എങ്ങനെ കുറവുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ബുദ്ധിയുള്ള ആരെയും അവനോട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയോ? ഇനിയിപ്പൊ അവൻ ഉണ്ടാക്കാൻ അറിഞ്ഞാലും നിനക്കായോണ്ട് അവനിങ്ങനെ ഉണ്ടാക്കും. നിനക്ക് ക്ലാസ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? മോൻ പോകാൻ നോക്കിയേ. ഞാൻ പോണു. നീ ഇവിടെ കുറച്ചോണ്ടിരിക്കി. നീ ഇത്ര പെട്ടെന്ന് തോന്നണം പിന്നല്ലാതെ.
ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് മെട്രിക്സ് സ്റ്റാർട്ട് ചെയ്യാം. എടാ എന്നാലും അതല്ലല്ലോ ഇത്ര പെട്ടെന്ന് നീ. അത് പിന്നൊരു സംഭവം. ജോഹാൻ. ആ തൂക്കി. യെസ് സാർ. ഇങ്ങോട്ട് വാ, ബോർഡിന്റെ അടുത്ത് വന്ന് നിൽക്ക്. അവിടെ ഇരുന്നതിന് ചിലപ്പോ ശ്രദ്ധ കിട്ടിയില്ലെങ്കിലോ? ഇവിടെ ആകുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കാലോ. ഓ ഇനി ആർക്കേലും ഇവിടെ കൂട്ടിന് വന്ന് നിക്കണേ പറഞ്ഞാ മതി. എന്നെ ഉദ്ദേശിച്ചല്ലേ, കേക്കാത്ത പോലെ ഇരിക്കാം. നോട്ട്സ് എടുക്ക്. എന്നാ ഈ ബോർഡ് വാങ്ങിക്കേ. ഞാനോ? എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല എന്നെയും പറഞ്ഞാ മതി, ഞാൻ നിന്റെ അപ്പനോട് പറഞ്ഞേക്കാം. എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ ചെയ്തോളാം. ആ ഗുഡ് ബോയ്. ഈ ബോർഡ് തൂക്കുന്ന പോലെ നിന്നെ ഈ ലോകത്ത് ഞാൻ തൂത്ത് കളയും, നോക്കിക്കോ. ഓക്കെ സ്റ്റുഡൻസ്, ഉറക്കം വരുന്നില്ല. ഒരാട്, രണ്ടാട്, മൂന്നാട്, നാലാട്. ഇതൊന്നും ശരിയാവുന്നില്ല. ഒരു സമാധാനം ഇല്ലല്ലോ കർത്താവേ. ആ ഇറക്കിനെ കളിക്കാം. ഓ എന്താണ് പാതിരാത്രിക്ക്? നിനക്ക് ഉറപ്പൊന്നുമില്ലേ? എനിക്ക് അയാൾ ഒതുക്കണം. നീ കണ്ടിരുന്ന അവന്റെ ഷോ? എനിക്ക് ആ സാറിനെ ഒതുക്കാൻ പറ്റിയ വല്ല നല്ല ഐഡിയ ഉണ്ടെങ്കിൽ നീ പറഞ്ഞ. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ്. എന്താണ് ഇറക്ക? നിനക്കെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടല്ലോ എന്ന് വെച്ച് വിളിച്ചതാ. ഇല്ലെങ്കിൽ വേണ്ട. ശരി, ഐഡിയ അല്ലേ? ഒരു മിനിറ്റ് ഞാൻ ആലോചിക്കട്ടെ. എടാ എനിക്കൊരു കിടിലൻ ഐഡിയ കിട്ടി. ഇത് ചെയ്ത് ഉറപ്പാ മോനെ അങ്ങേര് വീഴും. വേഗം പറ. നീ ആ സാറിനെ അങ്ങോട്ട് പ്രേമിക്കേ. എന്തോന്ന്? നിനക്ക് വല്ല വട്ടുണ്ടോ? മനുഷ്യനോടെ പണിയെടുത്ത് നാടോടിയിരിക്കുമ്പോ അവന്റെ ഒരു പ്രേമം. എടാ ശരിക്കും പ്രേമിക്കാനല്ല, ഈ പ്രേമിക്കുന്ന പോലെ അഭിനയിച്ചാ മതി. അപ്പൊ നിനക്ക് കിട്ടുന്ന പണിയൊക്കെ കുറയും. എന്നിട്ട് നിന്നെ പിടിച്ചു വെച്ച സാധനങ്ങളൊക്കെ കിട്ടുമ്പോ നൈസായിട്ട് അങ്ങനെ തേക്ക. അപ്പൊ നിന്റെ റിവെഞ്ച് നടക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സാറ് എന്തായാലും വീടും മോനെ, അത് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇന്നലെ കണ്ട SF-ലൊക്കെ ഇങ്ങനെയാടാ. SF-ലും ഡ്രാമയിലും പുള്ളിക്കാരന്മാര് വീഴും. അപ്പോഴാണ് ഇങ്ങേരി ഈ സിമ്പിള്. ഓരോ SF-ഉം ഡ്രാമയും കണ്ടു പോലത്തിട്ട് എന്നോട് ഒന്ന് മണ്ടൻ ഐഡിയ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മണ്ടനോട് ചോദിച്ചാൽ എന്നെ പറഞ്ഞാ മതി. നീ ഒന്ന് വെച്ചിട്ട് പോയേ. വെച്ചാ വേണ്ടെങ്കിൽ വേണ്ട. അവൻ പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണ്. വേണോ? ഹേ ഗൂഗിൾ, ഒരു പ്രൊഫസറിനെ എങ്ങനെ വളയ്ക്കാം? ഇങ്ങനൊക്കെ ചെയ്ത് അങ്ങനെ വീഴോ? എറുക്കു തന്നെയല്ലേ പറഞ്ഞ. ട്രൈ ചെയ്യണോ? ഇനി ചിലപ്പോ എന്റെ ട്രൈലെങ്ങാനും വീണാലോ. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂന്ന് തോന്നില്ല. ഒന്നുകൂടെ നോക്കാം. എന്റെ സാറേ, നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുമ്പോ എനിക്ക് ക്രിഞ്ച്. എനിക്കൊന്നും വയ്യ. ഇത് ഞാൻ ആ സാധനത്തിന് മുന്നിൽ എങ്ങനെ കാണിക്കാനോ? പുല്ല്. കുഴപ്പമൊന്നുമില്ല. ശരിയാവൂല. എടാ എന്റെ മുഖത്തേക്ക് നോക്കിക്കേ, ഒരു പ്രത്യേക തിളക്കില്ലേ? പിന്നെ നന്നായിട്ടുണ്ട്. ആ
ആ പൗഡർ വേണേ തുടച്ചോളാം. അതൊന്നല്ല, നീ ഇന്നലെ പറഞ്ഞില്ലേ, അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. ഏത്? ആ പ്രൊഫസറിനെ വളയ്ക്കണ കാര്യോ? അപ്പൊ നീ അത് സീരിയസ് ആയിട്ട് എടുത്തോ? ഞാൻ എടുത്തു. ഇന്ന് തൊട്ടേ അവൻ എന്റെ പിന്നാലെ വരും. ഇന്ന് ഞാൻ പൊളിക്കും. ഭർത്താവേ, കാവടി തുള്ളിയാ പോണത്. എന്താവോ എന്തോ. എന്താ ജോഹാൻ, നിന്റെ കണ്ണിന് എന്തെങ്കിലും പറ്റിയോ? അതോ വല്ല അസുഖം ഉണ്ടോ? നീ എന്തിനാ ഇങ്ങനെ കണ്ണിലൊക്കെ കാണിക്കുന്നേ? അതൊന്നുമില്ല സാർ, കണ്ണ് ചെറുതായിട്ട് അടഞ്ഞു പോയതാ. ആഹാ, എന്നാ പിന്നെ കണ്ണ് നന്നായിട്ട് തുറന്നു വെച്ചേ ആ ബോർഡിൽ ഒന്നാമത്തെ ആൻസർ ഒന്ന് സോൾവ് ചെയ്തേ. ഇന്നലെ ഇവിടെ അടുത്തുനിന്ന് ശ്രദ്ധിച്ചല്ലേ, അപ്പൊ പിന്നെ സിമ്പിൾ ആയിട്ട് സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് വാ. അത് സാറ് വാ വാ വാ. എനിക്ക് എടാ ഇങ്ങോട്ട് നോക്ക്. രണ്ട് എറിക്ക, നീ ഇങ്ങോട്ട് വാ. നിനക്ക് ആൻസർ അറിയാമെങ്കിൽ അവിടെ നിന്ന് കാണിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ കൈ കൊണ്ട് കാണിച്ചു, അല്ലാണ്ട് ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. നീ കാണിക്കുന്നൊക്കെ ഞാൻ കണ്ടതാ. എന്തായാലും നീ കാണിച്ചു കൊടുക്കും. എന്നാ പിന്നെ കറക്റ്റ് ആൻസർ കാണിച്ചു കൊടുത്തോളൂ, ഈ തെറ്റ് കാണിക്കുന്നതിനും പകരം. ഞാനേ നിങ്ങളൊക്കെ എന്തിനാ ക്ലാസ്സിൽ വരുന്നത്? പഠിക്കാൻ തന്നെയാണോ? ക്ലാസ് കഴിയുന്നവരെ കൈവയ്ക്കുക, പുറത്തു പോയി നിൽക്ക്. കയ്യെങ്ങാനും താഴെ ഞാൻ കണ്ട സാറേ, ഗെറ്റ് ഔട്ട്. ആകെ നാണക്കേടായി. ഒന്നും വേണ്ടായിരുന്നു. നിന്റെ വാക്കായിട്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഐഡിയ മാത്രമേ പറഞ്ഞു തന്നുള്ളൂ. അത് അങ്ങേരുടെ മുന്നിൽ കാണിച്ച് കോളാക്കിയത് നീയാ. എന്നിട്ട് ഒരു കുറ്റം എനിക്ക് അല്ലേ? എന്നാലും ഇതിങ്ങനെയാവും ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയൊക്കെയാണോ അപ്പൊ? അയ്യോ, അല്ല ഇതാരാ? ജോഹാനും എറുക്കോ? ഓ, ഡേവിഡ് സാർ പുറത്താക്കിയില്ലേ? ജാക്സാ, നീ ഇപ്പത്തെ എന്റെ അവസ്ഥ കൊണ്ട് ഒരുപാട് തുള്ളണ്ട. സാറ് ക്ലാസ്സിലുള്ളതുകൊണ്ട് മാത്ര നീ ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ ക്ലാസ് ഒന്ന് കഴിയട്ടെ. കോളേജിന്റെ അകത്ത് മാത്രമേ എനിക്ക് വിലക്കുള്ളൂ, പുറത്തതില്ല. അത് നീ ഓർത്തോ? ഓ, ഇപ്പോഴും ആ പഴയ അഹങ്കാരം ഒന്നും മാറിയിട്ടില്ലല്ലേ രണ്ടിനും? ശരി, പുറത്തു വെച്ചോ. ഇപ്പൊ മക്കൾ രണ്ടുപേരെ ആ കൈ താഴെ വീഴാണ്ട് നീട്ടിപ്പിടിച്ചോ, അല്ലെങ്കിലേ സാറ് ഒന്ന് ചീത്ത പറഞ്ഞാലോ. എന്തായാലും ആ സാറ് രണ്ടിനെ കറക്റ്റ് സ്ഥലത്ത് ഇരുത്തിയാണ്. ഇവന്മാർക്കൊക്കെ ഒരു പ്രാവശ്യം കിട്ടിയത് പോരാന്ന് തോന്നുന്നു. നീ അതൊക്കെ വിട്. ഇവന്മാരൊക്കെ വെറുതെ കിടന്ന് ചിലക്കാന്നുള്ളൂ. ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് പറ. ആവോ, എനിക്കറിയില്ല. ബെസ്റ്റ്. തള്ളി തള്ളി എപ്പോ എത്തുമെന്തോ. ഈ വണ്ടിയിൽ പോണേക്കാളും നല്ലതേ നടന്നു പോണതാ. നടന്നു പോണവര് ഇതിനേക്കാളും സ്പീഡിലാ പോകുന്നത്. ഈ വണ്ടി തുഴഞ്ഞൊഴിഞ്ഞ് എപ്പോ വീട്ടിലെത്തുമെന്തോ. അതും ശരിയാ. ഇങ്ങനെ നടക്കാനും ഒരു സുഖം ഉണ്ടല്ലേ. എന്നാ പിന്നെ നീ ഡെയിലി അങ്ങ് നടന്നു, അതാ നല്ലത്. വന്നല്ലോ. ഓഹോ, വണ്ടി തള്ളാണോ? അല്ല, പുറത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് നിങ്ങളിതെങ്ങോട്ടാ? പേടിച്ച് ഓടാണോ മക്കള്? രാവിലത്തെ കലിപ്പ് മൊത്തം ആരും നെഞ്ചത്ത് തീർക്കുമെന്ന് വിചാരിച്ചിരിക്കാം. അപ്പൊ കൃത്യസമയത്താ നീയൊക്കെ വന്ന് മുന്നിൽ ചാടിയത്. ഡാ, എന്താ ഇവിടെ? അല്ല, ഇതാരും സാറോ? ഞങ്ങളിത് ഇവര് വഴിയിൽ നിൽക്കണപ്പോ വല്ല ഹെൽപ്പ് വേണമെന്ന് പറയാൻ വേണ്ടി വണ്ടി ഒതുക്കിയതാ. എന്നാ ഞങ്ങൾ പോട്ടേടാ, ഇനിയിപ്പോ സാറൊക്കെ വന്നില്ലേ. നിങ്ങൾ വീട്ടിലേക്കല്ലേ? വാ, വണ്ടി കയറി, ഞങ്ങള് ഉണ്ടാക്കാം. വേണ്ട, ഈ സമയത്തിന് ബസ്സൊന്നും ഉണ്ടാവില്ല. വെറുതെ ജാട കാണിക്കാതെ കേറാൻ നോക്ക്. അതിന് നിങ്ങൾക്ക് എന്താ, ഞങ്ങളെങ്ങനെയെങ്കിലും പൊക്കോളാം. വണ്ടി ഇപ്പൊ സ്റ്റാർട്ടാവും അല്ലേടാ? എനിക്ക് ഉറക്കിന് അങ്ങനെ ആരാവും, ധൈര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല.
ഞങ്ങൾ നടന്നാണെങ്കിലും പൊക്കോളാം. എടാ പൊട്ടാ, വെറുതെ ഈഗോ കാണിച്ച് നല്ലൊരു ചാൻസ് നശിപ്പിക്കണ്ട. ഇനി നമ്മുടെ പ്ലാന്റെ കാര്യം മറന്നോ? ഓ, ഞാനത് മറന്നു. ഓ വേണ്ടടാ, നിർബന്ധിക്കണ്ട. അവരാ വണ്ടിയും തള്ളിക്കൊണ്ട് പൊക്കോളും. സാറ് ഇത്രയൊക്കെ നിർബന്ധിച്ച് പറഞ്ഞോണ്ട് വേണേ ഞങ്ങള് കയറാം. മുഖത്തും ഷർട്ടിലൊക്കെ മണ്ണായിട്ടുണ്ടല്ലോ. വഴി വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങള് വന്ന വഴിക്കൊന്ന് വീണതാ, വേറെ ഒന്നുമില്ല. ഓ ശരി ശരി, വീണതാണെങ്കി അങ്ങനെ ആട്ടെ. വീണതാണോ അതോ ഇനി ആരോടെങ്കിലും അടി വെച്ചതാണോ? അയ്യോ അല്ല സാറേ, ഞങ്ങൾ സ്കൂട്ടറിൽ വന്നോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതാ. ബാലൻസ് ഇട്ടാണ്ട് വണ്ടി അങ്ങ് മറിഞ്ഞു. അതേ ഈ മണ്ണും പൊടിയാക്ക. ഞങ്ങള് പാവങ്ങളല്ലേ സാറേ, ആരോടും അടി ഉണ്ടാക്കാൻ പോവാറില്ല. നല്ല ആൾക്കാരെ രണ്ടും. ഒരു ടാങ്ക്സ് ഒക്കെ പറയാം. ഓ വേണമെന്നില്ല. എന്തുവാടാ ഇത്? നീ ഇന്നും തല്ലുണ്ടാക്കിയോ? ഓ മമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് വണ്ടി മറന്നതാ. അതൊക്കെ പോട്ടെ. അല്ല, എന്റെ തന്തപ്പടി ഉണ്ട് ഇവിടെ ഉണ്ടോ അതോ ഓഫീസിൽ തന്നെയാണോ? അതവിടെ. എന്റെ മോന്റെ അഹങ്കാരം ഇതൊരു തീരാറായില്ലല്ലേ? ഓടി ഉണ്ടായിരുന്നോ ഒരു വാക്കെന്നോട്? അതിനെ കൊണ്ട് പറയാൻ സമീപിക്കണ്ടേ? നിന്റെ പ്രൊഫസർ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ, അപ്പൊ അയാൾ വിളിച്ചോ? അയാൾ എന്താ നിങ്ങളോട് പറഞ്ഞേ? എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയെന്നാണോ അതോ എന്നെ കൊണ്ട് ബോർഡ് ക്ലീൻ ആക്കി? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ക്ലാസ്സിൽ പഠിക്കാനാണോ പോണേ അതോ സാറുമാരെ നോക്കി കണ്ണുറുക്കി കാണിക്കാനാണോ പോകുന്നത്? എന്നെ പേര് കളയാൻ വേണ്ടി മാത്രമാണോ നീ കോളേജിൽ പോകുന്നത്? അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നല്ല. അപ്പൻ എന്റെ ക്രെഡിറ്റ് കാർഡും കാറും അതൊക്കെ തിരിച്ചതാ. നാളെ തന്നെ ആ കോളേജ് മാറി വേറെ എവിടെയെങ്കിലും പൊക്കോളാം. നടക്കില്ല മോനെ, നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് അങ്ങോട്ട് അടിമാനൊന്നും വയ്യ. ഡേവിഡ് വെറും ഒരു പ്രൊഫസർ മാത്രമല്ല, അവൻ എന്റെ ഫ്രണ്ടിന്റെ മോനും കൂടിയാ. ഈ സെമിസ്റ്റർ കഴിഞ്ഞ് അവൻ നിനക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നാൽ മാത്രമേ നിനക്ക് ഞാൻ നിന്റെ എല്ലാ സാധനങ്ങളും തിരിച്ചു തരും. അല്ലാതെ അതൊന്നും കിട്ടുമെന്ന് എന്റെ പൊന്നുമ്മ വിചാരിക്കണ്ട. ഓ, എത്ര പറഞ്ഞാലും എന്തൊക്കെ മനസ്സിലാവൂലോ. എന്നെ കൊണ്ട് പൊയ്യോ. ജോഹാൻ, കുറച്ച് കഞ്ഞി എടുക്കട്ടെ? അല്ല, ചമ്മന്തി ഉണ്ടോ? നീ എന്തിനാ എത്ര കഷ്ടപ്പെട്ട അവന്മാരെ കാറിൽ ഇവിടെ വരെ കൊണ്ടാക്കിയത്? അവന്റെ അഹങ്കാരം കണ്ടില്ലേ നീ? രണ്ടുപേരും വഴിയിൽ വെച്ച് അവന്മാരുടെ കട്ടൊക്കെ ഉടക്കാൻ വേണ്ടി നിന്നതാ. എന്നിട്ട് അവൻ എന്താ പറഞ്ഞേ? അവൻ അങ്ങനെയാടാ, പുറത്ത് കുറച്ച് കടുപ്പാണെന്നുള്ളൂ. എന്നാലും വഴിയിലിട്ടേച്ച് പോരാൻ തോന്നിയില്ല. അതൊക്കെ പോട്ടെ, അങ്കിൾ എപ്പോഴായിരുന്നു? അത് പറയാൻ മറന്നു. അപ്പൊ നാളെ രാവിലെ ലാൻഡ് ചെയ്യും. ഓഹോ, നമ്മുടെ സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? പക്ഷെ പുള്ളീനെ പോലെ അല്ല കേട്ടോ അങ്കിള്. അത് തന്നെ ഒരു ഭാഗ്യം. അല്ല, അപ്പൊ അങ്കിളിന് ജോഹാൻ അറിയായിരിക്കുമല്ലോ അല്ലേ? പിന്നെ അല്ലാതെ. അപ്പന്റെ സ്വന്തം മോൻ ഞാനല്ല, ജോഹാനാണെന്ന് തോന്നുന്നു. എപ്പോഴും ഫോൺ വിളിക്കുമ്പോ അവന് സുഖാണോ, അവൻ ക്ലാസ്സിൽ വരാറുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. എനിക്ക് തരാത്ത പോക്കറ്റ് മണി പോലും നാട്ടിൽ വരുമ്പോ അവന് കൊടുക്കും. അത് പിന്നെ അങ്ങനെയൊക്കെ വരും. നിന്നെ ഒന്ന് നോക്കിക്കേ, വല്ലപ്പോഴും ഒന്ന് ചിരിക്കും. അപ്പൊ പിന്നെ അങ്കിളിന് നിന്നെ സ്നേഹിക്കാൻ തോന്നും. ഡാഡാ, നീ എന്റെ കൂടെയാണോ അതോ അവന്റെ കൂടെയോ? ഞാൻ നിന്റെ കൂടെയാ. പക്ഷെ സത്യം പറയാലോ, നാളെ അങ്കിള് വന്നു കഴിഞ്ഞാ അവനെ കാണുമ്പോ നിന്നെ ഉറപ്പായിട്ടും മറക്കും. ഇവിടെ ഒന്നും ഇല്ല. ഞാൻ അവിടെ തന്നെ വെച്ച. ആരെടുത്തോ? ജോ, നീ എന്തിനാ എന്റെ പേന എടുത്തേ? നോക്കിക്ക, നീ അത് മൊത്തം നശിപ്പിച്ചു. ഇതെന്താക്കാൻ എനിക്ക് തന്നാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒന്നും പറയണ്ട, നീ എപ്പോഴും എന്റെ സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കും. ഇനി മേലെ എന്റെ റൂമിൽ കയറിയുണ്ടല്ലോ, എനിക്ക് നിന്നെ ഇഷ്ടല്ല. പോയിക്കോടുന്നു. നീ ഇപ്പൊ എന്തിനിങ്ങനെ കരയുന്നേ? ഞാൻ പേന ഒടിച്ചോണ്ടല്ല ചീത്ത പറഞ്ഞേ. നീ എന്തിനാ ഇത് എന്നോട് ചോദിക്കാതെ എടുത്തേ? ഇല്ലടാ, ചേട്ടന് നിന്നെ ഭയങ്കര ഇഷ്ടം.
ഞാൻ ചുമ്മാ പറഞ്ഞതാ. കണ്ണോടച്ചേ, ഇനി നിനക്ക് പേടി തോന്നുമ്പോഴേ എന്റെ പേന നീ എടുത്തോ. ഞാൻ ഒന്നും പറയില്ല പോലെ. ആഹാ, അപ്പൊ ഇതായിരുന്നല്ലോ നിന്റെ പ്ലാൻ. എടാ കള്ളാ.